ഒരു മനുഷ്യൻ സുഹൃത്ത് ബന്ധത്തിലൂടെ മറ്റൊരാളുമായിട്ട് സൗഹാർദ്ദത്തിലൂടെ അവനോട് ഇഷ്ടം തോന്നിയാൽ, ഇദാ അഹബ്ബ റജുലു അഖാഹു, അവനോട് ഇഷ്ടം തോന്നുകയാണ് എങ്കിൽ സുഹൃത്ത് ബന്ധം നിലനിർത്താനുള്ള സൗഹാർദ്ദത്തിന്റെ സ്നേഹം ഒരാളോട് തോന്നുകയാണ് എങ്കിൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, തീർച്ചയായിട്ടും നീ ആരെയാണ് സൗഹാർദ്ദത്തിന്റെ സുഹൃത്ത് ബന്ധത്തിലൂടെ നീ ആരെയാണ് അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനോട് പറയണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അല്ലാഹുവിന്റെ പേരിലാണ് ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൂടുതൽ ഉണ്ടാകാനാണ് സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചെറുപ്പക്കാര്, ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങളില്ലാത്ത ആരുമില്ല. നമ്മുടെ സൗഹാർദ്ദങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അവന്റെ സുഹൃത്ത് ബന്ധമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും പോയി സെലക്ട് ചെയ്താൽ പോരാ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ അവര് നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം. നമുക്ക് നന്മ ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നവരായിരിക്കണം. നമുക്ക് നന്മകൾ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തരുന്ന സുഹൃത്ത് ബന്ധങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൗഹാർദ്ദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ യങ്സ്റ്റേഴ്സ് പ്രത്യേകം മനസ്സിലാക്കുക, ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് വേണ്ട കൂട്ടുകാരുണ്ട്. നമുക്ക് അല്ലാഹുവിനെ പേടിക്കുന്ന കൂട്ടുകാരാണ് വേണ്ടത്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലാതെ ജീവിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനെ പേടിയില്ലാത്തവര്, തെറ്റുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവര്, തെറ്റുകൾ ചെയ്യുമ്പോഴും തെറ്റുകൾ നിരന്തരം ആവർത്തിച്ച് തെറ്റുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ളത് എങ്കിൽ, നിങ്ങളുടെ സൗഹാർദ്ദത്തിന്റെ ലിസ്റ്റിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അല്ലാഹുവിനെ പേടിക്കാത്തവരാണ് ഉള്ളത് എങ്കിൽ നിങ്ങളും നാളെ അതുപോലെ ആയി മാറിയേക്കാം എന്നുള്ള സൂചനയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സൗഹാർദ്ദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കണം. ഓരോരുത്തരുടെ ജീവിതത്തിലും സുഹൃത്തുക്കളുണ്ട്, സൗഹാർദ്ദങ്ങളുണ്ട്. അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, സുഹൃത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവരെ മാത്രം സെലക്ട് ചെയ്യുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല സൗഹാർദ്ദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്തിനു വേണ്ടിയാണ്? ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് നല്ലത് ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നവരായിരിക്കണം. അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളുടെ കൂട്ടുകാര്, നമ്മളുടെ സൗഹാർദ്ദങ്ങളും നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളവര് നല്ലത് ചെയ്യുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ നമ്മളും സ്വാഭാവികമായിട്ട് നന്മകൾ നമുക്കും ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നല്ല ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഖൈർ. അല്ലാതെ ദുനിയാവിന്റെ ചിന്തയോടുകൂടി അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലെ, പരിശുദ്ധമായ റമദാൻ മാസമായിട്ട് പോലും ആ റമദാനിനെ ഒന്ന് പരിഗണിക്കാതെ അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിച്ച് നടക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങളും അതുപോലെ ആയി പോവും. നിങ്ങളും അവരോടൊപ്പം കൂടും. കാരണം സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെയാണ്. മോശമായി കാണുന്ന ഏതെങ്കിലും മോശമായ ഒരു ദുസ്വഭാവം ഒരു സുഹൃത്തിൽ നമ്മൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ
നിങ്ങൾക്ക് ആ സുഹൃത്ത് ബന്ധം നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നിങ്ങൾ തിരുത്തിയിട്ടും മാറുന്നില്ലെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ആ സുഹൃത്ത് ബന്ധം അവിടെ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അപകടമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ അവരുടെ സൗഹാർദ്ദ വലയങ്ങളിൽ പെട്ടുകൊണ്ട്, സുഹൃത്ത് ബന്ധത്തിന്റെ വലയങ്ങളിൽ പെട്ടുകൊണ്ടാണ് ഓരോ കുട്ടികളും ഇന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായി കൊണ്ടിരിക്കുകയാണ് അല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരായ മക്കളാണ്, എത്രയോ മാതാപിതാക്കളാണ് വളരെ വിഷമത്തോടുകൂടി വിഷയങ്ങൾ പറയുന്നത്. എത്രയോ മാതാപിതാക്കളാണ് വളരെ പ്രയാസത്തോടുകൂടി ഞങ്ങളുടെ മക്കളുടെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ മകന്റെ കാര്യം, എൻ്റെ മകന്റെ കാര്യം വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണെന്ന് ഇന്ന് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മളുടെ ഇടയിലുള്ളത്. കാരണം എന്താണ്? സൗഹാർദ്ദങ്ങൾ, അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധത്തിലൂടെ ആദ്യം പരിചയപ്പെടുന്ന ആ സുഹൃത്ത് ബന്ധത്തിലൂടെ വളർന്ന് അവരൊരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരങ്ങളും പ്രേരണകളും നൽകുന്ന കൂട്ടുകാരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.